തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശി ജാതർക്ക് ഗുരു 2015 ജൂലൈ 14 വരെ കർമ്മഭാവത്തിലും അതിനുമേൽ ലാഭത്തിലും, ശനി 2014 നവംബർ 2 വരെ ജന്മത്തിലും അതിനുമേൽ 2-ലും, രാഹു 12-ലും, കേതു 6-ലുമാകയാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളായിരിക്കും ഈ വർഷം പൊതുവെ അനുഭവമാവുക. വിവാഹം, ജോലി ഇവയ്ക്ക് താമസം അല്ലെങ്കിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറി കാര്യജയം പ്രതീക്ഷിക്കാവുന്ന വർഷമാണിത്. സന്താനപരമായിരിക്കുന്ന വിഷമതകളും മാറിക്കിട്ടും. പ്രവർത്തന മേഖലയിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. സ്ഥാനചലനം, വാക്തർക്കം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. സ്ത്രീകൾ നിമിത്തമായി അപമാനം അഥവാ ദുരാരോപണത്തിന് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ തന്നെ പ്രവർത്തനങ്ങളിൽ കരുതൽ പാലിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും മൂലം ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ഭൂമിപരമായിരിക്കുന്ന ഇടപാടുകളിൽ ചതിവ് പറ്റാനും സാധ്യത കാണുന്നുണ്ട്. ക്ഷതപതന ദുരിതങ്ങളൊക്കെ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ തന്നെ ഇരുചക്ര വാഹനക്കാരും അപകടകരങ്ങളായിരിക്കുന്ന പ്രവൃത്തികൾ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളൊക്കെ അലസത വർദ്ധിച്ചേക്കാൻ ഇടയുണ്ട്. കലാ സാഹിത്യ രംഗത്തുള്ളവർക്കും ഗുണപ്രദമല്ലാത്തതായിരിക്കുന്ന ഒരു സമയമാണിത്. മാതാപിതാക്കൾക്ക് അരിഷ്ടതകൾ വന്നു ചേരാം. ഔഷധ സേവയും ആശുപത്രിവാസവും ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് വയർ, കാൽ മുതലായ അവയവങ്ങൾക്ക് രോഗബാധകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. വളരെ അടുപ്പമുണ്ടായിരുന്ന ചില വ്യക്തികളുടെ വേർപാടുകളോ അകൽച്ചയോ മനോവിഷമത്തിന് കാരണമായേക്കാം. ദോഷപരിഹാരാർത്ഥമായി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് നീരാജനം, തിലപായസം, ഹരിഹര സൂക്താർച്ചന എന്നീ വഴിപാടുകൾ നടത്തിക്കുക. ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ശ്രീ അയ്യപ്പനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുന്നതും ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന